Hi friends, welcome to my channel Amazing Secrets of Beauty. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് സവാളയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ട് ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളിടാം. അതിന് വേണ്ടി ഞാൻ മല്ലിപ്പൊടി ഇടുവാണ്. അതൊരു 5-6 സ്പൂൺ മല്ലിപ്പൊടി ഇടണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 3-4 സ്പൂൺ മുളക് പൊടി, അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാം. ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ മട്ടൻ എടുത്തേക്കുന്നത്. ഇത് മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് അരപ്പും മിക്സുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടി, കുറച്ച് പെരിഞ്ചീരകം, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കാരണം ഇത് ഒരുപാട് നല്ല വേവുള്ളതായതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് ഒരു 6-7 വിസിൽ കേൾക്കുന്ന വരെ ഇത് വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടൻ കറി തയ്യാറായിട്ടുണ്ട്. അതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, വളരെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതെല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നല്ല കമൻസൊക്കെ ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾ മുടങ്ങാതെ എല്ലാ വീഡിയോസും കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ